ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്ന് വേണ്ട, ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതിലൊരു സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ നമ്മുടെ ചെറുപയർ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുതിർക്കാത്ത ചെറുപയറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചധികം തന്നെ വെള്ളവും ചേർത്ത് ഞാൻ വേവിക്കാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 വിസിലടിച്ചിട്ടാണ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ളത്. കുതിർത്തിയിട്ടുള്ള ചെറുപയറാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ സവാള ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഈ ചെറുപയർ ഇത് നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ചെറുപയർ അധികം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചെറുപയർ ഇതിലിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ എൻ്റെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത്. ഇപ്പോൾ ഇതാ ചെറുപയർ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ചെറുപയർ കറി കഴിക്കാനായിട്ട്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് പറയണം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചൂടാറി ഇപ്പോൾ ഇതേപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ ഇത് തീരുമാനിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.